എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ച് തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ കുടിയേറ്റത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് കേൾക്കാൻ കഴിയുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. വരുന്ന ഗവൺമെൻറ്റുകളുടെയും ബാക്കിയുള്ള പല പ്രശ്നങ്ങളുടെയും കാരണത്താൽ അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുവാനും വേണ്ടി അവർ പല വിദേശ രാജ്യങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ വലിയൊരു കുറവ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിൽ കൂടുതൽ നമ്മുടെ കേരളത്തിലും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു എന്ത് പറയുക എന്നെനിക്കറിയത്തില്ല. എങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു അവസ്ഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അലസ്യമായി കിടക്കുന്ന നഗരത്തിലെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ അലങ്കരിച്ച ഒരു ഇരുനില വീട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ നക്ഷത്രങ്ങൾ ആരാലും തൊടാതെ അങ്ങനെ തന്നെ. ആ മതിൽക്കെട്ടിനുള്ളിൽ താമസിക്കുന്നത് വൃദ്ധ ദമ്പതികളായ 97-90 വയസ്സുമുള്ള ഒരു അച്ഛനും അമ്മയും. വാക്കിംഗ് സ്റ്റിക്കിനെ ആശ്രയിച്ചാണ്. ചുവടുകൾ ഏറെ പതുക്കെയും ശ്രദ്ധിച്ചും പഴയ പരുക്ക് മൂലം അല്പം കുനിഞ്ഞുമാണ് ഭർത്താവിന് പിറകിൽ നീങ്ങുന്നു ആ അമ്മ. ഇപ്പോൾ പൊടിയും ഓർമ്മകളും മൂടിയ ആ വീടിൻ്റെ മുറികളിൽ ചിരിയും സംസാരവും നിറഞ്ഞ പഴയ നാളുകൾക്കായി ആ ദമ്പതികൾ കാത്തിരിക്കുകയാണ്. ഭാർഗവി നിലയം അല്ലെങ്കിൽ പ്രേതഭവനങ്ങൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇത്തരം വീടുകളാണ് കേരളത്തിൻ്റെ വലിയൊരു സവിശേഷതയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പ്രതിഭാസത്തിൻ്റെ പ്രധാന ഘടകം കുടിയേറ്റം തന്നെയാണ്. 2018 എസ് ഇരുദയരാജനും KC സക്കറിയയും ചേർന്ന് നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയിൽ കേരളത്തിൽ 5 വീടുകളിൽ ഒരാൾ കുടിയേറ്റക്കാരനാണ് എന്ന് വെളിപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത് ഒരു വലിയ കാര്യമല്ല. 1950കളിൽ തന്നെ വിദേശത്തേക്കുള്ള കുടിയേറ്റം എന്ന പ്രതിഭാസം സജീവമാണ്. നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യരംഗം എന്നീ മേഖലകളിൽ ജോലി തേടി മലയാളികൾ GCC രാജ്യങ്ങളിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും പോയിട്ടുണ്ട്. വിദേശത്തേക്ക് കുടിയേറുന്ന പ്രവണത കാലക്രമേണ വർദ്ധിച്ചു വരുന്നതുമായി കാണുന്നുണ്ട്. വാസ്തവത്തിൽ വിദേശത്തേക്ക് കുടിയേറുന്ന കേരളീയർ 1998 1.4 ദശലക്ഷത്തിൽ നിന്ന് 2003 1.8 ദശലക്ഷമായും 2008 അത് 2.2 ദശലക്ഷമായും ഉയർന്നു 2013 2.4 ദശലക്ഷം പ്രവാസികളുമായി അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മൈഗ്രേഷനിൽ നിന്നുള്ള മൊത്തം പണം മയക്കൽ 2018 85,092 കോടി രൂപയിൽ നിന്നും 2023 2,16,893 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് 154.9% വർധന രേഖപ്പെടുത്തുന്നു എന്നാണ് KMS 2023 ഡാറ്റ. വിദേശത്തു നിന്നുള്ള പണം വരവ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ ഭവന നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. 2001 മുതൽ 2011 വരെ സംസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ എണ്ണം ഏകദേശം 20% വർദ്ധിച്ചു. മൊത്തം 11.2 ദശലക്ഷത്തിലെത്തി. കേരളീയർ മികച്ച ഭാവി കണ്ടെത്തുന്നതിനായി വിദേശത്തേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ ഈ വീടുകളിൽ ഭൂരിഭാഗവും പലപ്പോഴും ശൂന്യമായി കിടക്കുകയാണ്. മലയാളികളുടെ ആഗോളമായ അഭിലാഷങ്ങളുടെ നിശബ്ദ സാക്ഷ്യമായ അവ നിലകൊള്ളുന്നുമുണ്ട്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ 11,89,144 വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ 5,80,098 വീടുകൾ ഗ്രാമപ്രദേശങ്ങളിലും 6,03,146 വീടുകൾ നഗരപ്രദേശങ്ങളിലും എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിലെ ഏത് സ്ഥലത്തേക്ക് പോയാലും മാസങ്ങളോളം പൂട്ടിക്കിടക്കുന്ന വീടുകൾ കാണാം. ഒരു കാലം കഴിഞ്ഞാൽ അവ ആരുടേതെന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്തൊരവസ്ഥ. ആദ്യ തലമുറയിലെ പല പ്രവാസികളും വിശേഷിച്ച്
ഗൾഫിലേക്ക് കുടിയേറിയവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻകൂട്ടി കണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ്. അവരുടെ കുട്ടികൾ പിന്നീട് ഈ വീടും അവരുടെ മക്കളാകട്ടെ പിന്നീട് ഈ വീടും പരിസരവുമൊക്കെ ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ വീടുകൾ ഉണ്ടാക്കിയിട്ടത്. കുട്ടികളാകട്ടെ വിദേശത്തിൽ താമസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ മാതാപിതാക്കളുടെ കാലശേഷം ഈ വീടുകൾ മൃതനിക്ഷേപമായി മാറുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ തലമുറ വിദേശ മലയാളികൾക്ക് വീടുകൾ പദവിയുടെയും സമ്പന്നതയുടെയും പ്രതീകമായിരുന്നു. സാമൂഹിക പദവിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്താൽ അവർ ആവശ്യത്തിലധികം വീടുകൾ നിർമ്മിക്കുകയും ചെയ്തു. സാമൂഹിക പദവിക്ക് വേണ്ടിയുള്ള വ്യാഗ്രത ഉണ്ടായി എന്നല്ലാതെ അതുകൊണ്ട് ആരും നാട്ടിൽ പിന്നീട് സ്ഥിരതാമസമാക്കിയതുമില്ല. ചിലരെ അവരുടെ മക്കൾ ബേബി സിറ്റർമാരായി വിദേശത്തേക്ക് കൊണ്ടുപോയി. മറ്റുള്ളവർ അവരുടെ കുട്ടികളുമായി വിദേശത്ത് തന്നെ താമസമാക്കി. തൽഫലമായി വീടുകൾ ശൂന്യമായി. അവശേഷിക്കുന്നവരാകട്ടെ അവരുടെ മക്കളുടെ CCTVയുടെ നിരീക്ഷണത്തിന് കീഴിൽ വീടുകൾ ഒറ്റയ്ക്ക് കഴിയുന്നു. 2023 മൈഗ്രേഷൻ സർവേ പ്രകാരം കേരളത്തിൽ നിന്ന് 2.2 ദശലക്ഷം പേർ വിദേശത്തേക്ക് പോയി എന്ന് കണക്കുകൾ പഠനത്തിന് മുൻനിർത്തി വിദേശത്തേക്ക് പോയവരുടെ എണ്ണത്തിലുള്ള കുതിച്ചുചാട്ടത്തെയും റിപ്പോർട്ട് ചെയ്യുന്നു. വിദ്യാർത്ഥി കുടിയേറ്റക്കാരുടെ എണ്ണം 2018 1,29,763 നിന്നും 2023 ഏകദേശം 2,50,000 ഉയർന്നിരിക്കുന്നു. ഏകദേശം ഇരട്ടിയോളം വർധന. കുടിയേറ്റ രാജ്യങ്ങൾ സംബന്ധിച്ച മുൻഗണനകളിലും മാറ്റമുണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ US, UK, കാനഡ, ന്യൂസിലാൻഡ് എന്നിവയുൾപ്പെടെ GCC ഇതര രാജ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കിർഗിസ്ഥാൻ, സ്ലോവേക്കിയ എന്നിവ പോലും പട്ടികയിൽ വരുന്നു. 15നും 24നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കിടയിലാണ് കുടിയേറ്റത്തിനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത്. ഈ പ്രായപരിധിയിൽപ്പെട്ട പലർക്കും അവിടങ്ങളിൽ സ്ഥിരതാമസമോ പൗരത്വമോ ലഭിക്കുന്നുമുണ്ട്. അതിനാൽ അവർ കേരളത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇതോടെ കേരളത്തിൽ കൂടുതൽ വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കാണുന്നുമുണ്ട്. മുൻകാലങ്ങളിൽ വിദേശത്ത് ജോലി തേടിപ്പോയവരിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറ NRIകൾ ജന്മനാട്ടിലെ ഒരു വീട് പണിയാൻ താല്പര്യപ്പെടുന്നവരുമല്ല. പകരം ഇവിടെയുള്ള സ്വത്ത് വിൽക്കാനും വിദേശത്ത് തന്നെ വീട് വയ്ക്കാനുമാണ് അവർക്ക് താല്പര്യം. 54 രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ പോയതായിട്ടാണ് നോർക്ക റൂട്ട്സ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ സയൻസ് ബിരുദ കോഴ്സുകളിൽ 4000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കൂടാതെ 2024 കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏകദേശം 23,000 ബിടെക് സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമല്ല പ്രശ്നം. പല വിദ്യാർത്ഥികളും വിദേശ വിദ്യാഭ്യാസത്തെ ജോലിക്കും സ്ഥിരതാമസത്തിനുമായുള്ള വഴിയായിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. 6 മാസമോ 1 വർഷമോ ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവരിൽ 80% മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. പലപ്പോഴും താങ്ങാനാകുന്ന വിദ്യാഭ്യാസ ചെലവേ വരുന്നുമുള്ളൂ എന്ന് നോർക്ക റിക്രൂട്ട്സ് പറയുന്നുമുണ്ട്. വൃദ്ധസദനങ്ങളുടെ വർധനയാണ് ഒഴിഞ്ഞ വീടുകൾ എന്ന അവസ്ഥ വിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഘടകം. പ്രവാസികളുടെ പ്രായമായ രക്ഷിതാക്കൾക്ക് മക്കൾ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് നിർമ്മിച്ച വലിയ ഭവനങ്ങളിൽ താമസിക്കാൻ പലപ്പോഴും കഴിയാറുമില്ല. ആരോഗ്യവും സന്നദ്ധതയും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇവിടെ വന്നേക്കും. എന്നിരുന്നാലും പണമടച്ചുള്ള പരിചരണ കേന്ദ്രങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നവർ സാധാരണയായി കിടപ്പിലായവരോ രോഗികളോ ആയിരിക്കും. ഓൾഡ് ഏജ് ഹോമുകൾ പറയുന്നത് ഇങ്ങനെയാണ്: നഷ്ടമാകുന്ന മനുഷ്യ വിഭവ ശേഷിയുമാണ്. കുടിയേറ്റത്തിലുള്ള വർധനയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യ വിഭവശേഷിയുടെ ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കയും കേരളം നേരിടുന്നുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുമുണ്ട്. മാത്രമല്ല, വിദേശത്ത് വൈദഗ്ധ്യം നേടിയ ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ മലയാളി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ വലുതാണ്. മസ്തിഷ്ക നഷ്ടം
ഗണ്യമായ രീതിയിൽ കൈവരിക്കുന്നതിന് ഈ നടപടികൾ അനിവാര്യവുമാണ്. എന്നാൽ അത്തരത്തിലൊരു ഗുരുതര മാനവ വിഭവശേഷി ക്ഷാമത്തിലേക്ക് സംസ്ഥാനം ഇതുവരെയും എത്തിയിട്ടില്ലെന്നാണ് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ വാദിക്കുന്നത്. ജനസംഖ്യയുടെ 10% അതിൽ താഴെയോ മാത്രമേ വിദേശത്തേക്ക് കുടിയേറുന്നുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മലയാളികൾക്ക് മാത്രമായി ഉള്ള സവിശേഷതയല്ല കുടിയേറ്റം. ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള വിശാലമായ പ്രവണതയാണിത്. ഉദാഹരണത്തിന് നോർത്ത് രാജ്യങ്ങളിലെ മലയാളികളേക്കാൾ തമിഴ് ജനസംഖ്യ ഉണ്ട്. US തെലുങ്ക് സംസാരിക്കുന്നവരുടെ ജനസംഖ്യ കുതിച്ചുയരുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: GCC രാജ്യങ്ങളിലേക്കുള്ള എമിഗ്രേഷൻ 2018 89.2% നിന്ന് 2023 80.5% കുറഞ്ഞെങ്കിലും കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി UAE തന്നെ തുടരുന്നുണ്ട്. പലരും ഇപ്പോഴും GCC രാജ്യങ്ങൾ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഏകദേശം 20% കുടിയേറ്റക്കാരാണ് വിദേശ പൗരത്വം തേടുന്നത്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മറുവശത്ത് കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ അവർക്ക് ഉൽപാദനക്ഷമത പ്രകടനമാക്കാൻ കഴിയുന്ന വർഷങ്ങൾക്കു ശേഷം കേരളത്തിലേക്ക് മടങ്ങാനാണ് തയ്യാറെടുക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത്. എങ്കിലും കേരളം ഒരു ഭാർഗവി നിലയം ആകുന്നതിനെക്കുറിച്ച് വരുന്ന ഗവൺമെൻറ്റുകൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുതിയ തലമുറ പിടിച്ചു നിർത്താനും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു സംഭവം തന്നെയാണ്. കേരളത്തിൽ ഇനിയും ഭാർഗവി നിലയങ്ങൾ വളരാതിരിക്കട്ടെ. നമ്മുടെ യുവതലമുറയുടെ കഴിവുകളും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പഠനവും എല്ലാം കേരളത്തിൽ തന്നെ ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതുപോലെയുള്ള ഭാർഗവി നിലയങ്ങളുടെ സ്വന്തം നാടായി മാറും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വരുന്ന ഗവൺമെൻറ്റുകളും കണ്ണു തുറന്ന് കാണണം. യുവാക്കളാണ് നാളത്തെ നമ്മുടെ രാജ്യം. യുവാക്കളാണ് നമ്മുടെ നാളത്തെ ശക്തി. ആ യുവാക്കൾ മുഴുവൻ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മുടെ വരും സർക്കാരുകൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെയുള്ള ഇനിയും പുതിയ അപ്ഡേറ്റുകളുമായി പുതിയ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും നന്ദി.